എല്ലാവർക്കും വീണ്ടും സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റൗണ്ടാണ്. എല്ലാവരും പറഞ്ഞാണ്, ഞങ്ങൾ പിന്നെയും പറയുന്നു, എല്ലാവർക്കും ഒരേ തരം ഇൻഗ്രീഡിയൻസ്, അതിൽ നിന്ന് ഏത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ ഒരു പാവം കോഴിയെ പിടിച്ച് വെട്ടി ചെറുതാക്കി കുനുകുനാന്ന സവാളയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകെല്ലാം കൊണ്ട് ഞങ്ങളൊരു പുതിയൊരു ഒരു രൂപം കൊടുക്കാൻ പോവുകയാണ്. ആ രൂപത്തിൻ്റെ പേര് അതാണ് കണ്ണൂർ ചിക്കൻ മസാല. അപ്പോൾ കണ്ണൂർ ചിക്കൻ മസാലയിലേക്ക് ഇതാ കണ്ണൂർക്കാരിയെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് കണ്ണൂർ പലതരത്തിലും ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനൊരു എപ്പിസോഡിലൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ടേസ്റ്റായ ഒരു ചിക്കൻ മസാല റെഡിയാക്കാം. പോകാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളെ സവാള, അപ്പോൾ ഇന്ന് ഞാൻ സൂസ് ഷെഫാണ്. അടുത്ത് നിന്ന് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാം അരിഞ്ഞു തന്നു ഏട്ടൻ, എല്ലാം അരിഞ്ഞു തന്നു. എല്ലാം അരിയുന്നവൻ ഏട്ടൻ, എല്ലാം അറിയുന്നവൻ ഏട്ടൻ. അപ്പൊ നമുക്ക് പുതിയ പാട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ട് പണ്ടൊരു മുക്കൂവൻ മുത്തിനെ പോയി. അല്ല, നമുക്ക് കോഴി റിലേറ്റഡ് ആയിട്ട് പാട്ട്. കോഴി ഞാൻ അന്ന് പാടിയതാ. പാട്ടുണ്ടാ? പിന്നെ ഇപ്പൊ നമുക്ക് കോഴിക്ക് നിനക്കായി കോഴി മസാലയിടാം, അത് വേണ്ടേ? നിനക്കായി തോഴി പുനർജനിക്കാം. അത് തന്നെ. ഏട്ടൻ ഫ്രീ ആയിട്ട് നിക്കാണ്. ആദ്യമായിട്ട് കണ്ടോ? കാണേണ്ടവരെല്ലാം കണ്ടോ? ഈ കുക്കറി ഷോ തുടങ്ങിയ സമയം മുതൽ ഞാൻ എത്ര പ്രാവശ്യം കുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നല്ല പ്രേക്ഷകരായ നിങ്ങൾക്ക് അറിയാം. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമൊക്കെയാണ്. ഏട്ടനും ഇഷ്ടമാണ്. എനിക്കങ്ങനെ മടിയൊന്നുമില്ലല്ലോ. എനിക്കങ്ങനെ മടിയില്ല, വഴക്കില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം ഇന്നിപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ആ കർത്തവ്യം ഏറ്റെടുത്തു എന്ന് മാത്രം. നമുക്കിതിന് കുറച്ച് ചിന്ന ഉള്ളി. അപ്പം ഏട്ടൻ്റെ ആ ഒരു വലിയൊരു മോഹം ഞാൻ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉള്ളി വഴറ്റുക എന്നുള്ള ആ ഒരു വലിയ മോഹം ഞാൻ ഇന്ന് സാധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത് നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം. നമുക്കായിരിക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? അപ്പം അങ്ങനെ ഇതിന് നമ്മളെ നാട്ടിൽ എന്നാ പറയാ അറിയോ? കയ്യില്. ഇവിടെയൊക്കെ തവി. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് തവിന്ന് പറയാൻ തുടങ്ങിയത്. നമ്മൾ കയ്യില് എന്നാ പറയാ. അത് കാലിൽ തന്നെ. കയ്യിൽ പിടിക്കുന്ന സ്ഥലം കയ്യിൽ. ഇതിപ്പോൾ നമ്മളിപ്പം ചിക്കൻ കറി മാത്രമേ ഉള്ളൂ, മസാല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സൈഡായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചിക്കൻ മസാല ആക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ തക്കാളി അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് വെറുതെ അത് കഴിക്കാൻ വേറൊരു ടേസ്റ്റാണ്. അതിന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ മിക്സിയിൽ അടിച്ചെടുക്കും, എന്നിട്ടാണ് ഇടുക. ഇതിനകത്ത് ഒന്നുമില്ല, എല്ലാം കട്ട് ചെയ്തിടുകയാണ്. അല്ലല്ല ആയിട്ട് വേണ്ട വേണ്ട അത് വേറെ ടേസ്റ്റ് വരും. ഇട്ടോ നമ്മളിനി ഇത് കുറച്ച് വാടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. നമ്മളിത് വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ അരിയായി ചെയ്തിട്ടുള്ളൂ, ചെറുതായി അരിഞ്ഞൊന്നുമില്ല. ഇഞ്ചി മാത്രം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നീളത്തിൽ കീറിയത്. സാധാരണ കറികളിൽ
ഇതിന് മുന്നേ അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ കറിവേപ്പില ഇടും. ആ ഞാൻ ഇടൂല, ഇപ്പം ഇടൂല. അത് ഇടും. പക്ഷേ ഇത് നമ്മൾ കുറച്ച് ഡിഫറൻസ് കൊണ്ടിട്ടാണ്. കറിവേപ്പിലയുടെ ഇതറിയോ, ഉപയോഗം അറിയോ? കറിവേപ്പില വിഷം മാറ്റാൻ. ഇപ്പൊ നല്ല മണമില്ലേ? അന്ന് വെച്ചതിന് വേറെ മണല്ലേ? അത് വേറെ, അത് പെപ്പർ. ഇത് വേറെ മണം. നമ്മൾ ഏറ്റവും എളുപ്പത്തിലല്ല ഇത്. ഇപ്പം ഞാനിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, നമ്മളെ തക്കാളി എല്ലാം കൂടി ഒന്നിച്ച് തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ഇങ്ങനെ നല്ലോണം മൂപ്പിച്ചെടുക്കും. ഇത് നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വേറൊരു വേർഷനിൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞ് മസാലയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ ലാസ്റ്റ് തക്കാളി ഇടുന്നവരുണ്ട്. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ തക്കാളി ഉണ്ടാക്കുമ്പോൾ തക്കാളി പച്ചയുള്ള അത് അധികം ഇങ്ങനെ ഉടഞ്ഞ് ഇതാവാതെ കണ്ട് ആ ഒരു ടേസ്റ്റിൽ കിട്ടും. ഇത് പിന്നെ നമുക്ക് എല്ലാം കൂടി ഉടച്ചിട്ടില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് രാവിലെ വിശക്കുമ്പോൾ നൂഡിൽസ് കഴിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ നൂഡിൽസിൽ സവാള പച്ചയ്ക്കാണ് വെട്ടിയിടുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ്, എഗ്ഗ് ഇങ്ങനെ ചിക്കിയിട്ട് സാധാരണ നൂഡിൽസിൽ സവാള ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ പിന്നെ വേറെ എന്താ വേണ്ടത്? നമ്മൾ അടുത്ത പ്രാവശ്യം അവിടെ തന്നെ പോകും. നമുക്കറിയാം വീട്ടിൽ ചെയ്താൽ മതി. അതുപോലെ ഇതൊരിക്കൽ കഴിച്ചാൽ അടുത്ത പ്രാവശ്യം ഇത് കഴിക്കാൻ തോന്നും. അത് തന്നെ അല്ലേ? നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്ക. ആ തക്കാളി ഒന്ന് ഇതിനോട് യോജിക്കൊന്ന് അടച്ചു വെക്കാം. അപ്പൊ പാടിക്കോ. എല്ലിമുളം കാടുകളിൽ. അത് വേണ്ട. ഇത് പാട്ട് ഞാൻ പാടിത്തന്ന പാട്ട് പാട്. ഞാൻ ബർത്ത്ഡേ ഒക്കെ പാടിത്തന്ന പാട്ട് പാട്. അതാരും അത് പാട്. മൗനം പാട് ആദ്യം. പൊൻവീണി എന്നുള്ളിൽ മൗനം ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകും ദൂതും പേറി ഏതോ മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങും ജന്മങ്ങൾ പുൽകും നാദം നൽകൂ. അപ്പൊ നമുക്ക് ഇതിന്റെ മസാലകൾ ഇടാം. മഞ്ഞൾപ്പൊടി, നമ്മളെ കണ്ണൂർക്കാരെ പറങ്കിപ്പൊടി. നമ്മള് പറങ്കിപ്പൊടി ഇട്ടിട്ടാണ് ആക്കല്. മുളക് പൊടി, അതാണ് പറങ്കിപ്പൊടി. ഇനി കുരുമുളക് പൊടി, മല്ലിപ്പൊടി അത് വേണം. ഇത് നന്നായി ഒന്ന് കുറച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരു 2 സ്പൂണ് ചിക്കൻ മസാല ഇട്ടു. ഇച്ചിരി എണ്ണ ഒഴിക്കുന്നുണ്ട്. ആ പൊടി ഇട്ടപ്പോൾ എണ്ണ ഒന്ന് കുറഞ്ഞു. ഈ ഒരു നിറം ആവണം. അപ്പോൾ നമ്മളെ മസാലേൻ്റെ ആ ഒരു നിറമൊക്കെ ഈ ടൈപ്പിലാണ് വരേണ്ടത്. ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം.
2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി കുറച്ച് വെള്ളം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല, കണ്ണൂർ ചിക്കൻ മസാല റെഡിയായി. ഈ ഒരു പരുവത്തിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ.